ഇന്നത്തെ ദിവസം എങ്ങനെ തെള്ളി നീക്കും, അല്ലെങ്കിൽ ഇന്ന് പ്രൊഡക്റ്റ് വെക്കാൻ പോകണമല്ലോ, അല്ലെങ്കിൽ ഇന്ന് ലിസ്റ്റിട്ട ആളുകൾ വിളിക്കണമല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും അപ്പോൾ അറിയാലോ, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവർക്ക് ബിസിനസ് നമ്മൾ ഓപ്പർച്യൂണിറ്റി പ്ലാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അതിലൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ താല്പര്യമില്ല തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യത്തില്ല, ഒരു 50% ആളുകൾ പിന്നെ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ സീഡല്ല. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്, നമ്മളെ എപ്പോഴും എല്ലാവരും പറഞ്ഞത് നമ്മുടെ ഒരു വെൽനസ് ഉൽപ്പന്നങ്ങളാണ് ആളുകളിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വെൽനസ് ഉൽപ്പന്നങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ചിട്ടയും ശീലങ്ങളും കാര്യങ്ങളും നമ്മൾ എന്തായാലും മാറ്റേണ്ടതായിട്ടുണ്ടല്ലോ. ഇന്ന് നമ്മൾ ഈ വീഡിയോ സംസാരിക്കുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ചോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല, നമുക്ക് നോർമലി ഉള്ള ശീലങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ശീലങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്, ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നൊക്കെ അല്ലേ. അപ്പോൾ നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വളരെ യാന്ത്രികമായിട്ട്. രാവിലെ നിൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, മറ്റ് പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ പാരൻസ് ഇത് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ച കാര്യങ്ങളായിരിക്കാം ഇന്ന് നമ്മൾ വളരെ യാന്ത്രികമായിട്ട് ശീലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ ശീലങ്ങൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ശീലങ്ങൾ ഡെയിലി ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡെയിലി നമ്മളിങ്ങനെ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശീലങ്ങൾ നമ്മളുടെ ലൈഫിനെ യഥാർത്ഥത്തിൽ എഫക്റ്റ് ചെയ്യും, അതായത് നമ്മുടെ ഫ്യൂച്ചറിനെ പോലും എഫക്റ്റ് ചെയ്യുന്നുള്ളത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു ഓൺട്രപ്രണേഴ്സ് ആണല്ലോ, ബിസിനസ്സുകാരാണല്ലോ. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ബിസിനസ്സുകാർ എങ്ങനെയായിരിക്കാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കാലം ജീവിക്കുന്ന അതേ സ്റ്റൈലിൽ രാവിലെ എഴുന്നേൽക്കുന്നു, പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്നു, അതുപോലെ തന്നെ റാൻഡംലി ഇന്ന് നമുക്ക് ഏത് ഏരിയയിൽ പോകാം, ആരെ കാണാം, അത്തരം കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. ഒരു കൃത്യമായ ചിട്ടയോട് കൂടിയിട്ട് നിങ്ങളുടെ ശീലങ്ങളെ ചാർട്ട് ചെയ്തിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? കാരണം നമ്മളിപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇന്നത്തെ ദിവസം എങ്ങനെ തെള്ളി നീക്കും, അല്ലെങ്കിൽ ഇന്ന് പ്രൊഡക്റ്റ് വെക്കാൻ പോകണമല്ലോ, അല്ലെങ്കിൽ ഇന്ന് ലിസ്റ്റിട്ട ആളുകൾ വിളിക്കണമല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും ആ രീതിയിൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനിതൊന്നും ചെയ്യാത്ത ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പറയാൻ അർഹതയുണ്ടോയെന്ന് വെച്ചാൽ അർഹതയില്ല. പക്ഷെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ പുതിയതായിട്ടൊരു ശീലം പുതിയതായിട്ട് കൊണ്ടുവരണം നിങ്ങൾ ആഗ്രഹിക്കുന്നു മനസ്സിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലത്തിൽ ആ ശീലങ്ങൾക്കൊന്നും എഫക്റ്റ് ആവാത്ത രീതിയിൽ നിങ്ങൾ ഈ ഒരു ഹാബിറ്റ് കൂടെ അവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. കാരണം നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഹാബിറ്റിനെ, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ സൂചിപ്പിച്ച പോലെ രാവിലെ എഴുന്നേറ്റ് ഒരു ഏകദേശം ഒരു 10-12 മണി വരെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ആ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ പുതിയതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹാബിറ്റുകൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ അതെന്ത് ചെയ്യണം, ആ ഹാബിറ്റുകൾ ഇനി എന്ത് ഹാബിറ്റ് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ മാറ്റം ഉണ്ടാകും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്തിട്ട് അതെങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കാം. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ മാത്രമല്ല ആ കാര്യങ്ങൾ ഏകദേശം ഏത് സമയത്താണ് ചെയ്യുന്നതെന്നും കൂടെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിലും നിങ്ങൾ എത്രത്തോളം സമയം നമ്മുടെ കയ്യിൽ ബാക്കി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സമയം നമ്മൾ വേസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പം നമ്മുടെ ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നുണ്ടാവും. പക്ഷേ ആ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഇപ്പം ഇവനൊരു ബസ്സിലാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാറിലാണ് സഞ്ചരിക്കുന്നത്, ഡ്രൈവ് ചെയ്യാത്ത ആളുകളാണ് പറഞ്ഞത്. അത്തരം ആളുകൾ എന്ത് ചെയ്യണം, അവർക്ക് കൂടുതൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പം നമുക്ക് ഇവിടുത്തെ ഒരു കേസിൽ എന്തായാലും പ്രൊഡക്റ്റുകളെ കുറിച്ച് അധികം സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം
നമുക്കിവിടെ മെയിൻ ലക്ഷ്യം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മാത്രം കൂടുതൽ കണ്ടെത്തുക, അവരിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുക, ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് പ്രൊഡക്റ്റ് കൊടുത്ത ആളുകളെ എങ്ങനെ വീണ്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, കൂടുതൽ പ്രൊഡക്റ്റ് എടുപ്പിക്കാം. അപ്പം ചിലപ്പോൾ ഈ വിട്ടുപോയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർ ചിലപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് ഇഷ്ടപ്പെട്ട് പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അത് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഇഷ്ടപ്പെട്ട ആളുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചിലപ്പോൾ ആ സമയത്ത് ആലോചിക്കേണ്ടതായിട്ട് വരും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം അപ്പോൾ ഒരു അറിയാലോ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്, നമുക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവർക്ക് ബിസിനസ്സിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി പ്ലാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അതിലൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ താല്പര്യമില്ല തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യത്തില്ല, ഒരു 50% ആളുകൾ പിന്നെ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി തയ്യാറാകത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ ചെയ്യുന്ന അപ്രോച്ചിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോകുന്നു, നമ്മൾ വീണ്ടും നമുക്കിത് ബിസിനസ് മാത്രമേ കൂടുതൽ സംസാരിക്കുന്നുണ്ടാവാം. അതാണ് ഇവിടെ ഏതായാലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പ്രൊഡക്റ്റ് കൂടുതൽ ഉപയോഗിക്കുന്നതിലൂടെ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊരു ശീലം കണ്ടെത്തുക, നമ്മൾ അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു എലമെൻറ്റ് നമ്മുടെ ഒരു ജീവിതത്തിൽ ശീലമാക്കി മാറ്റി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ മുന്നോട്ട് പോകുന്ന ബിസിനസ് ലൈഫിനെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പായെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ആയിരിക്കാം, കാരണം പ്രൊഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ ബോറടിച്ച് കാണില്ല. അതോടെ പ്രൊഡക്റ്റുകളെ കുറിച്ചൊന്നും പറയാത്തത്, കാരണം അധികം എവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. നമ്മളിപ്പം വേറെ സോഷ്യൽ മീഡിയ എടുത്ത് പോയി കഴിഞ്ഞാലും പ്രൊഡക്റ്റുകളെ കുറിച്ചൊന്നും എവിടെ അധികം പറയുന്നത് കാണുന്നില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് കൊണ്ട് അർത്ഥമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം കാണുക, നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് നിങ്ങൾ എത്തിക്കാൻ നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണും വരെ സൈനിങ് ഓഫ്. ബൈ.